നമ്മുടെ ചാനലിലെ വീഡിയോ വന്നിട്ട് 10 ദിവസമായി കേട്ടോ. എന്തായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അത് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 3-4 ദിവസം. പിന്നെ അതിൽ നിന്ന് എല്ലാവരും റിക്കവറായി വന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അമ്മ വീട്ടിൽ വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിൻ ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണേ. അവിടെയാണ് കൊച്ചിൻ ഹാർബർ ടെർമിനസ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ വരാൻ കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഇന്ത്യയിലെ ഒരു ലക്ഷറി ട്രെയിൻ ഗോൾഡൻ ചാരിറ്റി ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് കിടക്കുന്ന വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഇവിടെ പുറത്ത് ഔട്ടറിൽ നിന്ന് എടുത്ത ഒരു വിഷ്വലാണ്. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ചാരിറ്റി നമ്മുടെ കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടാവും. നമ്മുടെ കേരളം കാണാൻ വന്നത്. അപ്പോൾ ഈ വണ്ടി ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ്. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ലക്ഷറി ട്രെയിനാണ്. ഈ ഒരു ട്രെയിനിൽ എനിക്ക് യാത്രയാണെങ്കിൽ മിനിമം 4 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം കേട്ടോ. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ഗോൾഡൻ ചാരിറ്റി. അപ്പോൾ ഇതിങ്ങനെ ഒരു ട്രിപ്പ് വന്നേക്കാം. ഇത് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട് മൈസൂരിൽ നിന്ന് തമിഴ്നാട്, തഞ്ചാവൂർ അവിടെയൊക്കെ പോയിട്ട് കേരളത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. തിരുനെൽവേലി, തിരുവനന്തപുരം, കൊല്ലം വഴിയാണ് ഇതിപ്പം ഇവിടെ കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ കൊച്ചിയിൽ വന്നത്. ഞാൻ ശരിക്കും ഇത് വന്ന ഇൻഫോ അറിഞ്ഞില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഗ്രൂപ്പ് നോക്കിയില്ലായിരുന്നു. അപ്പോൾ രാവിലെ അറിഞ്ഞതാണ്. അപ്പോൾ രാവിലെ ഇത് ഇങ്ങോട്ട് വന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ വന്ന് ഇവിടെ ടൂറിസ്റ്റുകളെ ഇറക്കിയിട്ട് ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പം ഇവിടെ നിന്ന് മൂവ് ചെയ്ത് എറണാകുളം ജംഗ്ഷനിൽ പോകും. ഈ ഒരു ട്രാക്കിൽ കൂടെ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കണം. ഇതൊക്കെ ശരിക്കും എന്ത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇഷ്ടംപോലെ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൊച്ചിൻ ഹാർബർ ടെർമിനസ്. പണ്ട് ട്രെയിനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഫുള്ള് കാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മറ്റേ എയർപോർട്ട് വരുന്നത്, ഇവിടുത്തെ നേവൽ ബേസിൻ എയർപോർട്ട്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഈ വണ്ടിയിലെ ടൂറിസ്റ്റുകളെ ഇവിടെ ഇറക്കിയിട്ട് ഇനിയിപ്പോൾ വണ്ടി ഒരു 2 മണിക്ക് ശേഷം ഒരു 3 മണി റേഞ്ചിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് എറണാകുളം ജംഗ്ഷനിൽ പോകും. അതെന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പോയിട്ട് ഇതിൻ്റെ വെള്ളം നിറയ്ക്കലൊക്കെ പരിപാടിയാണ്. കോച്ചിലെ വെള്ളം നിറയ്ക്കൽ, ക്ലീനിങ് കൊണ്ടുവന്ന് കോച്ചിൽ വെള്ളം നിറയ്ക്കൽ, അങ്ങനെ പല പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇത് എറണാകുളം ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചും ഈ ട്രാക്കിൽ കൂടെ വന്ന് ഇവിടെ വന്ന് ആളെ കയറ്റി അടുത്ത ദിവസം ഇത് ആലപ്പുഴയ്ക്ക് പോകും. രാവിലെ ആലപ്പുഴയ്ക്ക് പോകും. ചേർത്തലയിൽ ആളെ ഇറക്കിയിട്ട് ഈ വണ്ടിയിലെ ആൾക്കാരെ കുമരകത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ വന്ന് ഈ ടൂറിസ്റ്റുകളെ ഇറക്കുമ്പോൾ ഈ കർണാടക ടൂറിസത്തിൻ്റെ വണ്ടികളൊക്കെ ഇവിടെ വരും ഇവരെ പിക്ക് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ ചേർത്തലയിലും അങ്ങനെ വണ്ടി വന്ന് ഇവിടെ പിക്ക് ചെയ്ത് പോകും. എന്നിട്ട് ഈ റേക്ക് ഗോൾഡൻ ചാരിറ്റി റേക്ക് അവർ ആലപ്പുഴയെ കൊണ്ട് ഇതുപോലെ വെള്ളം നിറച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് ഇത് പരിപാടി. ഇത് സെയിം ഇത് എപ്പോൾ ഈ വണ്ടി എപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നാലും ഈ ഒരു സെയിം റുട്ടീനിൽ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റെയിൽവേ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇത് എവിടൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് റെയിൽവേ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുള്ളൂ, എപ്പോഴൊന്നും വരാറൊന്നുമില്ല. ഇത് റെയിൽ ഫാൻസ് സ്പോട്ട് ചെയ്ത് ഞങ്ങൾ കണ്ടുപിടിച്ച് അറിഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഗോൾഡൻ ചാരിറ്റിൻ്റെ ഒരു അടിപൊളി ഒരു പടം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങും ഇലക്ട്രിഫിക്കേഷനൊന്നും ആയിട്ടില്ല. ഇത് ആവത്തുമില്ല. കാരണം ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഈ നേവിക്കാരും ഇവിടുത്തെ റെയിൽവേ തമ്മിൽ പല പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇലക്ട്രിഫിക്കേഷനൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ ഈ ഭാർഗവി നിലയം പോലെ കിടക്കുന്ന റെയിൽവേ ലൈനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫ്രൈറ്റ് വരും. 1 മാസം 2 മാസം കൂടുമ്പോൾ ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ വരും. ഗുഡ്സ് ട്രെയിൻ വന്ന് ഇവിടെ ഗുഡ്സൊക്കെ ഇറക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഗുഡ്സ് വന്നാലേ ഈ ഒരു ട്രാക്ക് അനങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കും, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ആരുമില്ലാത്ത അബാൻഡൻഡ് സ്റ്റേഷൻ പോലെ കിടക്കും ഇങ്ങനെ. അപ്പോൾ നമ്മൾ കൊച്ചിൻ ഹാർബറിന് ഇവിടെ മട്ടാഞ്ചേരി സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. ഇതാണ് പഴയ മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ. നിങ്ങൾ പല വീഡിയോയിലും ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ആട്ടോ. മട്ടാഞ്ചേരി സ്റ്റേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇതാണ് മട്ടാഞ്ചേരി സ്റ്റേഷൻ്റെ ബിൽഡിംഗ് കണ്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് കെട്ടിടം അപകടാവസ്ഥയിലാണ്, പ്രവേശനം നിരോധിച്ചിരിക്കുന്നു, അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന്. അതായത് കെട്ടിടം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴാവുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇടിഞ്ഞ് വീണിട്ടുണ്ട് ആ ഭാഗത്ത്. ഇവിടെ ഇന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മുടെ ഗോൾഡൻ ചാരിറ്റി കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഈ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ്, അങ്ങനെ എല്ലാ പരിപാടിയും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതും മറ്റേ കൊച്ചിൻ ഹാർബർ ടെർമിനസ് സ്റ്റേഷനും കേട്ടോ. എന്ത് ഭംഗിയല്ലേ. പക്ഷേ ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. കാടെന്ന് വെച്ചാൽ അങ്ങറ്റത്തെ കാണും. ഇവിടെ എങ്ങും ഒരു മനുഷ്യൻ പോലും വരാറില്ല. വെള്ളം അടിക്കാൻ വരുന്ന പാർട്ടീസ് മാത്രമേ വരാറുള്ളൂ, വേറെ ആരും വരാറില്ല. അവിടെ ഒന്നുമില്ല. ഉണ്ട് പഴയ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ അതെനിക്കൊന്ന് ടൈം ടേബിളാന്ന് തോന്നുന്നു. അതൊന്നും ക്ലിയർ ആയിട്ട് കാണുന്ന പോലും ഇല്ല. അത് ഇവിടെ 3 മുറിയുണ്ട്. അവിടെ ഓയിൽ അൺസ്റ്റോർഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പണ്ടത്തെ കൽക്കരി ഡീസൽ എഞ്ചിനുകൾക്ക് വേണ്ടിയുള്ള ഓയിൽ സൂക്ഷിക്കുന്ന അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, കറക്റ്റ് അറിയാവുന്നവർ പറയണം. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ മുറി, ബുക്കിംഗ് ഓഫീസ് കണ്ടോ.
പഴയ ബുക്കിംഗ് ഓഫീസും ഉണ്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ പോയിന്റാണ് ഈ കാണുന്ന മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ്റെ പേരുള്ളൊരു സിഗ്നൽ ക്യാബിൻ. ഇത് ഈ ലൈനിൽ സിഗ്നൽ ക്യാബിനാണ്. അതായത് ഈ ലൈനിലെ ലൈൻ സ്വിച്ച് ചെയ്യുന്നതും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സിഗ്നൽ ക്യാബിനിൽ വെച്ചാൽ. അതിനകത്ത് ഇവിടെ നമുക്ക് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനകത്ത് കുറേ ലിവറും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സിഗ്നൽസ് ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ ഈ ട്രാക്ക് മാറ്റാനും സ്വിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു കുറേ ലിവർ ഉണ്ട് ഇതിനകത്തോട്ട്, ഈ ഒരു ക്യാബിനകത്ത്. അപ്പോൾ അതിനകത്ത് ആ ക്യാബിൻ ഓപ്പറേറ്റർ കയറിയിട്ടാണ് പണ്ടൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയാണ് ഇതൊക്കെ കേട്ടോ. പണ്ടൊക്കെ ഈ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നതും പിന്നെ ഈ സിഗ്നലൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ക്യാബിനിൽ വെച്ചിട്ടാണ്. ശരിക്കും ആ ഒരു ഫ്രെയിമിൽ കൂടെ ട്രെയിൻ ഇങ്ങോട്ട് വരുമായിരുന്നു നല്ലൊരു അടിപൊളി ഫോട്ടോ കിട്ടിയേനെ കേട്ടോ. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്നാണ് വരുന്നത്. നമുക്കിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കാം. ഈ ഗോൾഡൻ ചാരിയറ്റ് ട്രെയിനിൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്, goldenchariot.org എന്ന് പറയും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് കയറി നോക്കിയാൽ ഇവരുടെ ഈ പാക്കേജുകൾ പിന്നെ ഈ ട്രെയിനിനെ പറ്റിയുള്ള കുറേ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. വരുന്ന നമ്മുടെ ഗോൾഡൻ ചാരിയറ്റ് കണ്ടോ, ഞാൻ പറഞ്ഞില്ല അത് വരുമെന്ന്. അവരത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. അത് കാണാം. എറണാകുളത്തിന് ഒരു WDG4 ലോക്കോ ആണേ. ഓ എന്നാ ലുക്കാ നോക്കിയേ, അടിപൊളി. അതിനകത്ത് സ്റ്റാഫ് കേട്ടോ, അത് കണ്ടോ, കീട്ടില്ല ലുക്ക്. ഓ എന്നാ ഭംഗി നോക്കിയ സാധനത്തിന്, അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, 3 ലക്ഷം 4 ലക്ഷം രൂപ വേണം ഈ ഒരു ട്രെയിനിൽ യാത്രയാണെങ്കിൽ. ഈ ട്രെയിനിൽ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ വിദേശികളാണ് കേട്ടോ, ഇന്ത്യക്കാരല്ല. ടൂറിസ്റ്റുകളായിട്ടുള്ള വിദേശികളാണ് ഇതിനകത്ത് ഇപ്പോൾ ഇന്നുള്ളത്. ഇത് കർണാടക ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ. കർണാടക ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് കേട്ടോ, ഗോൾഡൻ ചാരിയറ്റ്. ഇതിൻ്റെ ആ ഒരു ഭംഗിയാണ്, ആ ഒരു കളർ സ്കീമേ, അത് എടുത്തു പറയേണ്ട സംഭവമാണ് കേട്ടോ. 2008 ഉണ്ടാക്കിയ കോച്ചുകളാണ് ഇതെല്ലാം കേട്ടോ. എല്ലാം 2008 മെയ്ഡാണ്. പക്ഷേ വെൽ ബിൽറ്റ്, വെൽ മെയിൻറ്റെയിൻഡ്, അടിപൊളി, ഒന്നും പറയാനില്ല. ഇതെനിക്കൊന്ന് പാൻട്രി കാറാണോ എന്നൊരു സംശയമുണ്ട്. ബാക്കിയൊക്കെ ഓരോ കോച്ചിൽ മുറി അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയിരിക്കും. ഞാൻ അതിൻ്റെ അകത്ത് ഫോട്ടോ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ഭാഗ്യമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ പുറത്ത് നിന്ന് കാണാനുള്ള ഇതേ ഉള്ളൂ. കൊള്ളാം, എന്തായാലും അടിപൊളിയാണ്. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ അല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കി കൊടുത്ത റേക്കാണ്, പക്ഷെ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരാട്ടോ. ഈ ഒരു സ്പീഡിലേ പോകത്തുള്ളെന്ന് തോന്നുന്നു ഈ ഒരു റൂട്ടിൽ കൂടെ. കണ്ടാ, ഈ ഒറ്റൊരു സ്പീഡേ ഉള്ളൂ, അത് അതിൽ കൂടുതൽ പോകത്തില്ല. നമുക്ക് നോക്കാം ഇതിനെ ചേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചേസ് ചെയ്താൽ വെന്തുരുത്തി പാലത്തെ വെച്ചേ പിടിക്കാൻ പറ്റും നോക്കാം. എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്, നോക്കട്ടെ എന്തായാലും. ഇതിലെ കൂടി ട്രെയിൻ പോകുമ്പോൾ ഇവിടുത്തെ ലെവൽ ക്രോസ് ഒക്കെ അടയ്ക്കും, അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. കൊള്ളാം, എനിക്ക് തോന്നുന്നില്ല ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ വന്നതും ജസ്റ്റ് മിസ്, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒപ്പമാണ് വന്നത്, കിട്ടിയില്ല. പോട്ടെ, സാരമില്ല, എന്തായാലും സീനില്ല. നമുക്ക് ഒരു അടിപൊളി നമ്മുടെ നാട്ടിൽ വന്നൊരു ലക്ഷറി ട്രെയിൻ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി. അതെന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഇതിന് നാളെ രാവിലെ ഇവിടെ നിന്ന് ആലപ്പുഴ പോകും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. ഇനിയെല്ലാം നമ്മുടെ ഈ ഭാഗത്തെ വീഡിയോസൊക്കെ ആയിരിക്കും. കാരണം എൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് അമ്മയെ കൊണ്ട് ആശുപത്രിയിൽ പോകണം. 26-ാം തീയതി ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അമ്മയെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ കേരളത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കാലത്തേക്ക് കേരളം വിട്ടു പോകുന്നില്ല. കുറച്ച് കാലത്തേക്ക് മീൻസ് ഒരു 2-3 ആഴ്ച അത് കഴിഞ്ഞ് പിന്നെ പോകുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഴപ്പ് വീഡിയോ ആണ്. ആ കഴപ്പ് എന്തായാലും പറയാം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. അടുത്ത ദിവസം കാണാം. ബൈ.